ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. അതിൽ ഈ പറയുന്ന കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ് റിട്ടേൺസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഈ മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ, ഈ ലേണിംഗ് മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഇക്വേഷൻ വെച്ചിട്ടല്ലാതെ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് റിയൽ ലൈഫിൽ ഒരു ഫൈനാൻഷ്യൽ അസറ്റിന്റെ ഫ്യൂച്ചറിലുള്ള റിസ്ക്കും റിട്ടേൺസും കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതിന്റെ വൺ ഓഫ് ദി കമ്പ്യൂട്ടർ സിമുലേഷൻ മെത്തേഡിന്റെ പേരാണ് മോണ്ടെ കാർലോ സിമുലേഷൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിമുലേഷൻ ആണ്. സിമുലേഷൻ പേര് പറയുന്ന കണക്ക് തന്നെ ഒരു കമ്പ്യൂട്ടർ പല സിറ്റുവേഷൻസിനെ സിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കുന്ന തരുന്ന ഒരു റിസൾട്ട് ആണ് ഈ പറയുന്ന മോണ്ടെ കാർലോ സിമുലേഷൻ എന്ന് പറയുന്നത്. നമുക്കതൊരു ചെറിയ റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാം. നമ്മൾ എല്ലാവരും കോളേജിൽ പ്രോജക്റ്റ് ചെയ്തവരാണ് അല്ലേ. അപ്പൊ കോളേജ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പലർക്കായിട്ട് അസൈൻ ചെയ്തിട്ട് കൊടുക്കും. ഇവിടെയും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് 3 പേർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. റിസർച്ചിങ് ഒരു വിഭാഗം, കോഡിംഗ് ഒരു സെക്ഷൻ, ആൻഡ് ഫൈനലി PPT പ്രസന്റ് ചെയ്യുന്നത് വേറൊരു വ്യക്തി. അങ്ങനെ 3 സെക്ഷൻ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 സെക്ഷനും നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സും മിനിമം നമ്പർ ഓഫ് ഡേയ്സും ഈ ഓരോ സെക്ഷനും എടുക്കാവുന്ന നമ്പർ ഓഫ് ഡേയ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഡിഫൈൻ ചെയ്ത ഈ ഡേയ്സ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അതായത് റിസർച്ച് എന്ന് പറയുന്ന സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് കേസിൽ 2 ദിവസമാണ് എടുക്കുന്നത്, വേഴ്സ്റ്റ് കേസിൽ 5 ഡേയ്സ് എടുക്കും. കോഡിംഗ് നിങ്ങൾ അതേപോലെ അലോട്ട് ചെയ്തിരിക്കുന്നത് 3 ഡേയ്സും 8 ഡേയ്സും. റിപ്പോർട്ട് ആൻഡ് സ്ലൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് കേസിൽ 1 ദിവസം മതി, പക്ഷെ വേഴ്സ്റ്റ് കേസിൽ 4 ഡേയ്സ് ആവും. അപ്പൊ ഇതിന്റെ എല്ലാം ആവറേജ് നോക്കുവാണെങ്കിലേക്ക് ഇവിടെ നമുക്കൊരു 3.5 ഡേയ്സ് ഓൺ ആൻ ആവറേജ് ഇറ്റ് വിൽ ടേക്ക്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഒരു 5.5 ഡേയ്സ് വരും. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് 2.5 ഡേയ്സ് വരും. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് 11.5 ഡേയ്സ് കിട്ടും. അതായത് ഓൺ ആൻ ആവറേജ് നിങ്ങൾക്ക് 11.5 ഡേയ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലാക്കിക്കോണം, ബെസ്റ്റ് കേസിലാണെങ്കിൽ നിങ്ങൾക്ക് 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, വേഴ്സ്റ്റ് കേസിലാണെങ്കിൽ നിങ്ങൾക്ക് 17 ഡേയ്സ് വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഓൺ ആൻ ആവറേജ് നിങ്ങൾ ഈ ഓരോ സെക്ഷനും ആവറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 11.5 ഡേയ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അതൊരു ആവറേജ് ആണ്. സഡൻലി യുവർ പ്രൊഫസർ കംസ് ആൻഡ് ആസ്ക് യു ടു സബ്മിറ്റ് ദ പ്രോജക്ട് വിത്തിൻ 12 ഡേയ്സ്. അപ്പൊ നിങ്ങൾ പാനിക്കായി, അതായത് 12 ദിവസത്തിനുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുന്നത് 11.5 ഡേയ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം വന്നു. പക്ഷെ നിങ്ങൾ പിന്നെയും ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. വാട്ട് ഇഫ് ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുവാണ്, എന്തോ കാരണത്താൽ കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുവാണ് ഓൺ മോർ ദാൻ ദി ആവറേജ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടീം മെമ്പറിന് പനി വന്നെന്ന് വിചാരിക്കുക, അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ ഈ പറയുന്ന കാൽക്കുലേഷൻസിൽ വ്യത്യാസം വരും. സോ നിങ്ങൾക്ക് പിന്നെയും പേടി വരാൻ തുടങ്ങി. സോ ഈ പറയുന്ന സിറ്റുവേഷൻസിലാണ് നമുക്ക് മോണ്ടെ കാർലോ സിമുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസിക്കലി, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് എ സിമുലേഷൻ ഡൺ ബൈ എ കമ്പ്യൂട്ടർ ദാറ്റ് വുഡ് അനലൈസ് ഡിഫറെന്റ് സിനാരിയോസ് ഓഫ് ആൻ ഇവന്റ് ഹാപ്പനിങ്. For example, in our case, the computer may first take 3 days for research, 8 days for coding, and 2 days for PPT presentation. That is, in total, it needs 13 days. അതായത് മൊത്തം 13 ദിവസം വേണമെന്ന് കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് സിമുലേഷൻ, ഫസ്റ്റ് റണ്ണിൽ 13 ദിവസം എത്തി, വിച്ച് ഇസ് ഔട്ട് ഓഫ് റേഞ്ച്. അത് ഈ പറയുന്ന നമ്മുടെ റേഞ്ച് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്തല്ലോ, ബെസ്റ്റ് കേസും വേഴ്സ്റ്റ് കേസും. ആ റേഞ്ചിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഓരോ ഡേയ്സിന്റെയും ഓരോ ടാസ്കിനും ഓരോ ഡേയ്സിന്റെയും കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത്. എന്നിട്ടാണ് ഈ പറയുന്ന മോണ്ടെ കാർലോ സിമുലേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇതിനെ സിമുലേറ്റ് ചെയ്യുന്നത്. സിമിലർലി ഇറ്റ് ടേക്സ് ഡിഫറെന്റ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ഡിഫറെന്റ് ടാസ്ക് ആൻഡ് റിപ്പീറ്റ്സ് ദ പ്രോസസ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ബെസ്റ്റ് കേസും വേഴ്സ്റ്റ് കേസിന്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. സോ ആ ഓരോ ഡേയ്സും മറ്റുള്ള ടാസ്കുകളുടെ പല പല ഡേയ്സും ഇട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു സിമുലേഷൻ കമ്പ്യൂട്ടർ തന്നെ ഉണ്ടാക്കും. സപ്പോസ് ഇങ്ങനെ 10,000 ടൈംസ് കമ്പ്യൂട്ടർ സിമുലേറ്റ് ചെയ്യുന്ന വെച്ചിരിക്കുക, 10,000 റൺ ആ പറയുന്ന സിമുലേഷൻ നടത്തി. അതിനകത്ത് 6,800 ടൈംസ് ആ സിമുലേഷൻ പറയുന്നത് നിങ്ങൾ 12 ദിവസത്തിനകം ഈ പറയുന്ന പ്രോജക്റ്റ് തീർക്കും.
അതായത് there is a 68% probability of completing your project within 12 days. അതായത് നിങ്ങൾ മാത്തമാറ്റിക്കലി ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു 68%, that is there is a high chance that you will complete your project within 12 days at a 68% probability. ഈ സെയിം സിറ്റുവേഷൻ നമുക്ക് ഒരു പോർട്ട്ഫോളിയോ, ഒരു ഫൈനാൻസിന്റെ കേസിൽ വരുമ്പോഴത്തേനും നമുക്ക് ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ അറിയാലോ, ഒരു പോർട്ട്ഫോളിയോക്കകത്ത് പല ഒരു സ്റ്റോക്കിന്റെയും ബോണ്ടിന്റെയും ഒക്കെ പല പല ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. സോ ഓരോ അസറ്റിന്റെ റിട്ടേണും മാറുന്നതനുസരിച്ച് ഈ പറയുന്ന ഫ്യൂച്ചറിലുള്ള റിട്ടേൺസ് നമുക്ക് മാറി വരാം. അപ്പം ഈ പറയുന്ന കണക്ക് മറ്റേ പ്രോജക്റ്റിലെ കണക്ക് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ഗ്യാപ്പ് അല്ല എടുക്കുന്നത്. ഇവിടെ നമ്മൾ ആ ഓരോ റിട്ടേണിന്റെയും ഓരോ സ്റ്റോക്കിന്റെയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, റിട്ടേൺസിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റില് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുവാണെങ്കിൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുവാണെങ്കിൽ ഇറ്റ് ഗീവ്സ് എ പ്രോബബിലിറ്റി ഓഫ് ഓൾ ദി റിട്ടേൺസ് ബിലോ ദാറ്റ് റിട്ടേൺ എന്നുള്ള ഒരു പോയിന്റ് ആണ്. അതേപോലെ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ ഓരോ പോയിന്റും റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് മറ്റുള്ള സ്റ്റോക്കുകളുടെയും അല്ലെ മറ്റുള്ള ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെയും പല പല കോമ്പിനേഷൻസ് ഓഫ് റിട്ടേൺസ് എടുത്തിട്ട് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഒരു സിമുലേഷൻ നടത്തും. എന്നിട്ട് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളൊരു ടൈം ഹൊറൈസൺ ഡിഫൈൻ ചെയ്യണം. നമ്മുടെ മിനിമം റിട്ടേൺസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതായത് ഒരു വർഷം കഴിഞ്ഞ് what is the probability that my portfolio will give 12% returns, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് what is the probability that my stock portfolio will give so and so returns. അതായത് നമ്പർ ഓഫ് ടൈം ഹൊറൈസണും നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമുക്ക് വേണ്ട റിട്ടേൺസ് അല്ലെങ്കിൽ അസറ്റിന്റെ പ്രൈസും നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന കണക്ക് മോണ്ടെ കാർലോ സിമുലേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. We have to specify the minimum returns we are expecting, and then the computer generates different scenarios and give us a probability of actually achieving that returns. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. പൈത്തൺ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇത് മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നത്. ഫൈനാൻസിലെ ഇഫ് യു ആർ at the starting stage of your finance, I kindly request you, please learn Python for finance if you need to excel in your finance career. ചുമ്മാ CFA മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഫൈനാൻസിൽ എന്താ പറയാ പ്രൊമോട്ടായി പോകാൻ പറ്റില്ല. യു നീഡ് ടു ലേൺ പ്രോഗ്രാമിംഗ്. അത് എസ്പെഷ്യലി ഈ കോണ്ട് പോലത്തെ ഹൈ പേയിങ് ജോബ്സിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ. സോ എനിവേസ് മൈ പോയിന്റ് ഇസ് ദാറ്റ് ഇത് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് വഴി നമുക്ക് കിട്ടിയ ഒരു മോണ്ടെ കാർലോ സിമുലേഷൻ ആണ്. ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത്. At the end of 250th day അല്ലെങ്കിൽ 250th ട്രേഡിംഗ് സെഷൻ ഇത് 200. അപ്പൊ ഈ 200 ദിവസം കഴിയുമ്പം ഈ പറയുന്ന പോർട്ട്ഫോളിയോ തരുന്ന റിട്ടേൺസിന്റെ സിമുലേഷൻ ആണ്. സോ ഈ പറയുന്ന 250th ഡേയ്സിന്റെ ഈ ഒരു ഡിഫറെന്റ് വാല്യൂസ് ഉണ്ടല്ലോ, ഇത് അസറ്റ് പ്രൈസ് ആണെന്ന് തോന്നുന്നു. ഈ അസറ്റ് പ്രൈസസിന്റെ ഓരോ വാല്യൂസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് സ്റ്റോക്ക് ഗിവിംഗ് അല്ലെങ്കിൽ ദാറ്റ് പോർട്ട്ഫോളിയോ ഗിവിംഗ് റിട്ടേൺസ് ഗ്രേറ്റർ ദാൻ 200 ബേസിസ് പോയിന്റ്സ്, അങ്ങനെയാണെങ്കിൽ ഇത്രയും വാല്യൂ ഡിവൈഡഡ് ബൈ ദ ഫുൾ വാല്യൂ അത് ചെയ്താൽ മതി. അതായത് നമുക്ക് പല പല ഇൻഫോർമേഷൻ ഈ പറയുന്ന മോണ്ടെ കാർലോ സിമുലേഷൻ വഴി നമുക്ക് കിട്ടും. ഇറ്റ് ഇസ് പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ്, നോ ഇക്വേഷൻ ഈസ് ഇൻവോൾവ്. ഇതാണ് നിങ്ങളുടെ ബേസിക് മോണ്ടെ കാർലോ സിമുലേഷൻ. സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണ്ടെ കാർലോ സിമുലേഷൻ. നിങ്ങളുടെ CFA ലെവൽ 1 പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറയത്തില്ല. എങ്ങനെയാണ് മോണ്ടെ കാർലോ സിമുലേഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനും ചോദിക്കത്തില്ല. പകരം ഇതുപോലത്തെ കീ പോയിന്റ്സ് നമ്മളോട് എക്സാമിന് ടെസ്റ്റ് ചെയ്യും. സോ നമുക്കത് അറിഞ്ഞിരിക്കണം. A large number of random samples are generated. അതായത് റാൻഡം സാമ്പിൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ റിസൾട്ടിന്റെ നമ്മുടെ ആ സിമുലേഷന്റെ അക്യുറസിയും കൂടി വരും. സോ ലാർജ് നമ്പർ ഓഫ് റാൻഡം സാമ്പിൾസ് ആർ ജനറേറ്റഡ്. ഒന്ന്, ടൈം ഹൊറൈസൺ നീഡ്സ് ടു ബി സ്പെസിഫൈഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എപ്പോഴാണ് ആ റിട്ടേൺസ് വേണ്ടത്, 1 വർഷം കഴിഞ്ഞാണോ 2 വർഷം കഴിഞ്ഞാണോ, അത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ബിക്കോസ് ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ ജനറേഷൻ ഓഫ് റാൻഡം സാമ്പിൾസ്. അതായത് ഇക്വേഷൻ ഇൻവോൾവ് ചെയ്യുന്നില്ല, ഒരു ഫോർമുലയും ഇൻവോൾവ് ചെയ്യുന്നില്ല, വെറും റാൻഡം സാമ്പിൾസിന്റെ കളിയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു വാല്യൂ കോംപ്ലെക്സ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി അസറ്റ് പ്രൈസിംഗ് ഫോർമുല. സേ
പുതിയ പുതിയ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് ലോകത്ത് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. സോ അതിന് ഫോർമുല ഒന്നും പ്രത്യേകിച്ച് കാണത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പറയുന്ന മോണ്ടെ കാർലോ സിമുലേഷൻ ഉപയോഗിച്ച് അതിന്റെ ഫ്യൂച്ചർ റിട്ടേൺസ് ഒക്കെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ മോർട്ട്ഗേജ് ബാക്ക് സെക്യൂരിറ്റീസ് പോലുള്ള കോംപ്ലക്സ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസിന്റെ റിട്ടേൺസ്, റിസ്ക് അല്ലെ പ്രൈസിങ് എല്ലാം നമുക്ക് മോണ്ടെ കാർലോ സിമുലേഷൻ വഴി കിട്ടും. പിന്നെ ഇറ്റ് ഓൺലി പ്രൊവൈഡ്സ്, വളരെ ഇമ്പോർട്ടന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേറ്റ്സ്, നോട്ട് ദി എക്സാക്ട് റിസൾട്ട്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേറ്റ്സ് മാത്രമാണ് തരുന്നത്. ഇറ്റ് ഈസ് ബെസ്റ്റ് യൂസ് ടു ടെസ്റ്റ് ദ സെൻസിറ്റിവിറ്റി ഓഫ് എ മോഡൽ ടു ദ ചേഞ്ചസ് ഇൻ അസംഷൻസ്. അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മഹീന്ദ്രയുടെ ഒക്കെ എക്സാമ്പിൾ എടുക്കുമ്പോൾ മഴ പെയ്താൽ മഹീന്ദ്രയുടെ റിട്ടേൺസ്, മഴ പെയ്തില്ലെങ്കിൽ മഹീന്ദ്രയുടെ റിട്ടേൺസ്, അങ്ങനെ പല അസംഷൻ നമ്മൾ നടത്തി അല്ലേ. സോ ഈ പറയുന്ന സെൻസിറ്റിവിറ്റി, ഓരോ അസംഷനും മാറുന്നതനുസരിച്ച് ആ മോഡലിന്റെ അല്ലെങ്കിൽ ആ പ്രൈസിന്റെ സെൻസിറ്റിവിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോണ്ടെ കാർലോ സിമുലേഷൻ ഉപയോഗിക്കാം. ആൻഡ് ഫൈനലി, Monte Carlo simulation cannot describe the cause and effect relationship like an analytical method. Analytical method എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലി നമ്മൾ ഡേറ്റ എടുത്ത് നോക്കിയിട്ട് ഇന്ന വർഷം ഇന്നത് സംഭവിച്ചത് കൊണ്ടാണ് ആ വർഷത്തെ റിട്ടേൺസ് ഇങ്ങനെ ആയത്. അതായത് ഒരു കോസ് ആൻഡ് എഫക്റ്റ് നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന മോണ്ടെ കാർലോ സിമുലേഷനകത്ത് നമ്മൾ വെറും റാൻഡം സാമ്പിൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് ഒരു കോസും ഇല്ല, അതിൽ നിന്ന് നമുക്ക് ഒരു എഫക്റ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. ഇത്രയുമാണ് നമ്മുടെ മോണ്ടെ കാർലോ സിമുലേഷന് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇനി ജസ്റ്റ് ഫോർ ഫൺ അല്ലെങ്കിൽ സൈഡ് ഇൻഫോർമേഷൻ, എന്താണ് മോണ്ടെ കാർലോ സിമുലേഷനകത്ത് എന്താണ് മോണ്ടെ കാർലോ എന്ന് പറയുന്നത്? മോണ്ടെ കാർലോ എന്ന് പറയുന്നത് മൊണാക്കോ എന്ന് പറയുന്ന യൂറോപ്പിലുള്ള ഒരു സെൽഫ് ഗവേൺഡ് ഏരിയ, കൺട്രി ആണോ എന്ന് എനിക്കറിയില്ല, ഇറ്റ്സ് എ സെൽഫ് ഗവേൺഡ് ഏരിയ. ഇറ്റ് ഈസ് വെയർ ഓൾ ദ റിച്ച് പീപ്പിൾ ഗോ ഫോർ ദർ ഗാംബ്ലിംഗ് ഓർ വാട്ട് എവർ. സോ ഇറ്റ് ഈസ് എ ഗാംബ്ലിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ഫേമസ് കസീനോയുടെ പേരാണ് മോണ്ടെ കാർലോ കസീനോ. സോ ഗാംബ്ലിംഗില് റാൻഡംനെസ് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മോണ്ടെ കാർലോ സിമുലേഷനകത്ത് പഠിച്ച പോലെ തന്നെ റാൻഡം ആയിട്ടാണ് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമ്പിൾസ്, വേരിയബിൾസ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ ഗാംബ്ലിംഗിനകത്തും റാൻഡംനെസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. നമുക്ക് അറിയത്തില്ല അടുത്ത ഏത് കാർഡാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് മോണ്ടെ കാർലോ എന്നുള്ള പേര് നമ്മൾ വിളിക്കുന്നത്. ദ നെയിം ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ സയന്റിസ്റ്റ് ഹു ആക്ച്വലി ഡെവലപ്പ് ദ മെത്തേഡ്. ഇത് ആക്ച്വലി സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത് യുഎസിലാണ്. ഡ്യൂറിംഗ് ദ ന്യൂക്ലിയർ വെപ്പൺസ് ക്രിയേഷൻ ടൈം they were working on problems involving neutron behavior in the nuclear weapons. So അടുത്ത വീഡിയോയിൽ നമുക്ക് ബൂട്ട് സ്ട്രാപ്പിംഗ് കാണാം. താങ്ക് യു.